രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീബുദ്ധനാണ്, 18ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഞാൻ അല്പം തിരക്കിലാണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് ക്ലാസ്സിൽ കയറേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അല്പം തിരക്കിലാണ്. അപ്പം ശ്രീബുദ്ധൻ 18ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ളത് കാണേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ബുദ്ധൻ്റെ വരവും കാത്ത് എല്ലാവരും നിൽക്കുകയാണ്. ശുദ്ധോദന മഹാരാജാവാകട്ടെ,
ബുദ്ധൻ വരുന്ന വഴി മുഴുവനും അലങ്കരിച്ച് ഗജവീരന്മാരെ നിർത്തിയിരിക്കുകയാണ്. സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ കുതിരകളെ നിർത്തിയിരിക്കുകയാണ്. ആ കുതിരകൾ വരുമ്പോൾ ആ കുതിരയുടെ കാൽപാദങ്ങളിലേക്ക് പനിനീർ പൂക്കളെ ഇട്ട് ആട്ടും പാട്ടവും നൃത്തവുമായി കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ചാളയിലെ ജനങ്ങളുണ്ട്. പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ചാള. താഴ്ന്ന ജാതിക്കാര്, അവർക്കൊരിക്കലും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അവരെ തൊട്ടുകൂടാത്തവരാണ്. അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷെ ആ പാവങ്ങൾക്കും ബുദ്ധനെ കാണണമെന്നുണ്ട്. അവരീ പലരും തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരിക്കുകയാണ് കാണാൻ. അങ്ങനെ എല്ലാവരും ഉത്കണ്ഠാകുലരായി നിൽക്കുമ്പോൾ ആ ചാളയിലെ ജനങ്ങൾ കാണുകയാണ് തങ്ങളുടെ ഇടയിലേക്ക്, താണജാതിക്കാർ താമസിക്കുന്നവരുടെ ഇടയിലേക്ക് അതാ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. ഒരു സന്യാസി, മുടി പറ്റ വെട്ടിയിട്ടുണ്ട്, കൗപീനം മാത്രം ധരിച്ചിരിക്കുന്നു, തോളിൽ ഒരു മഞ്ഞ വസ്ത്രം ചുറ്റിയിട്ടുണ്ട്, കയ്യിൽ ചുരക്കാത്തണ്ട് പോലെയുള്ള ഒരു മൺചട്ടി പിടിച്ചിരിക്കുന്നു. എന്തൊരു ദിവ്യപ്രഭ, എന്തൊരു ദിവ്യപ്രഭ! ആ മനുഷ്യൻ ഓരോ കുടിലിൻ്റെ മുന്നിലെത്തുമ്പോഴും തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഭിക്ഷച്ചട്ടി നീട്ടുന്നു. അവരിങ്ങനെ ഇട്ടുകൊടുക്കുന്നു. ചിലരാകട്ടെ ആ ദിവ്യപ്രഭ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുന്നു. ചിലർക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല, ഭിക്ഷ പോലും കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ആ തേജസ്സിൽ മുഴുകി നിൽക്കുന്നു. ഭിക്ഷ കൊടുക്കുന്നവരോടും കൊടുക്കാത്തവരോടും ഒരേ ഭാവം. ആ ഒരേ ഭാവത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് നടന്ന് മന്ദം മന്ദം വരികയാണ്. ആ ചാളയിൽ നിൽക്കുന്ന ഓരോരുത്തരോടും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. ചിലരെ ചേർത്ത് പിടിക്കുന്നു. ആദ്യമായിട്ടാണ് ചാളയിലെ ജനങ്ങൾ ഒരു സന്യാസി, ആ ദിവ്യരൂപമുള്ള സന്യാസി തങ്ങളെ തൊടുന്നത് കണ്ടിട്ടുള്ളത്. കാരണം ഋഷിമാരൊരിക്കലും ഈ പാവങ്ങളെ എന്ത് ചെയ്യാറില്ല, തൊടാറില്ല. ഇതാരാണ് ഈ ഭിക്ഷു, ഇതാരാണ് ഈ ഭിക്ഷു? എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ മഞ്ഞ വസ്ത്രം ധരിച്ച രണ്ടുപേരുണ്ട്. അങ്ങനെ ആ ചാളയിലൂടെ നടന്ന് 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 അങ്ങനെ അദ്ദേഹം ഒരു കൂടാരത്തിൻ്റെ അടുക്കലെത്തി. ആ സമയത്ത് യശോധര പല്ലക്കിൻ്റെ പട്ടുമറ ഉയർത്തി. അപ്പോൾ കാണുകയാണ് ആ ചാളയിൽ സിദ്ധാർത്ഥ രാജകുമാരൻ, തൻ്റെ രാജകുമാരൻ പല്ലക്കിൽ നിന്നിറങ്ങി പാവങ്ങൾ താമസിക്കുന്ന ആ ചാളയിലേക്ക് പായുകയാണ് യശോധര. ആര്യപുത്ര, ആര്യപുത്ര! ഓടി വന്ന് ശ്രീബുദ്ധന്റെ കാൽക്കൽ വീണു. കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങൾ നനഞ്ഞു. അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ശ്രീബുദ്ധൻ മറ്റുള്ളവർ കടന്നു വരാൻ മടിക്കുന്ന തങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ശ്രീബുദ്ധൻ കരുണയോടുകൂടി യശോദയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. യശോദയുടെ കണ്ണുനീര് തുടച്ചു. കാരുണ്യത്തോടു കൂടി നോക്കി. യശോദ ആ കൈകൾ കൂപ്പിപ്പിടിച്ചു. ഇതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ ഒരു ഭിക്ഷു ചോദിച്ചു, ബുദ്ധനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിച്ചത്? എല്ലാ വികാരങ്ങളെയും സ്ത്രീ സ്പർശത്തെയും പരിത്യജിച്ച ബുദ്ധൻ എന്തുകൊണ്ടാണ് യശോദര വന്ന് തൊട്ടപ്പോൾ ഒരു സ്ത്രീയുടെ സ്പർശം ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവളുടെ ദേഹത്തു തൊട്ടത്? എന്തുകൊണ്ടാണ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്? അപ്പോൾ ബുദ്ധൻ അല്പം അകലെ നിൽക്കുന്ന ഒരു ആവണക്കിൻ്റെ വിളഞ്ഞു കിടക്കുന്ന കായ്ക്കുല, എന്നിട്ട് അതിനെ ചൂണ്ടിയിട്ട് ബുദ്ധൻ പറഞ്ഞു, ആ കായ്ക്കുലയിൽ എത്ര വിളഞ്ഞ വിത്തുകളുണ്ടെന്ന് എണ്ണി നോക്കുക. അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ജന്മമെടുത്തിരുന്നു. അന്ന് എൻ്റെ പേര് രാമൻ എന്നായിരുന്നു. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ തെക്കേ കടൽ തീരത്ത് ലങ്കയിൽ കച്ചവടക്കാരനായിട്ട് ചെന്നു. അന്ന്
ഈ നിൽക്കുന്ന യശോധര അവൾ എന്നെ അഗാധമായി സ്നേഹിച്ചിരുന്നു. അവൾ എൻ്റെ പത്നിയായി. അവളുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. അവൾക്കെന്നെ പ്രാണനായിരുന്നു. എനിക്ക് അവളെയും പ്രാണനായിരുന്നു. ഞങ്ങൾക്കൊരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ദരിദ്രരായിരുന്നു. കച്ചവടത്തിലെ ലാഭക്കൊതി കാരണം ഞാൻ അവിടം വിട്ടുപോയി. ഞങ്ങൾ വല്ലാതെ ദരിദ്രരാണ്. എനിക്ക് പണം വേണം. പണം വന്നിട്ട് ആ പണം കൊണ്ട് എൻ്റെ ലക്ഷ്മിയെ എനിക്ക് സുഖിപ്പിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടം വിട്ട് ആ കടലിടുക്കുകളിൽ നിന്നും മുത്തുവാരാൻ തീരുമാനിച്ചു. അപ്പോൾ യശോദ പറഞ്ഞു, അപകടകരമാണ് ആ തൊഴിൽ, അപകടകരമാണ് ആ തൊഴിൽ, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട എന്ന് യശോദര ഉപേക്ഷിച്ചു. പ്രാണൻ വെച്ചുള്ള കളിയാണ് എന്ന് പറഞ്ഞു. നോക്കൂ, യശോദ പറഞ്ഞു, നമ്മൾ എന്ത് സ്നേഹത്തിലാണ് നമ്മൾ തമ്മിൽ. എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കുന്നു. നമുക്ക് എങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റും? അപ്പോൾ അന്ന് രാമൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ ആ കടലിടുക്കിൽ മുങ്ങി ഞാൻ മുത്ത് കൊടുക്കും. ആ മുത്ത് രാജാവിന് സമ്മാനിച്ചു പണം വാങ്ങിച്ച് നിന്നെ ഞാൻ ഒരു രാജകുമാരിയാക്കും. യശോദ പറഞ്ഞു, വേണ്ട. പക്ഷേ രാമൻ പിന്തിരിഞ്ഞില്ല. രാമൻ ആ കടലിലേക്ക് പോയി. കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്താന്നു. കൊടും കാറ്റു വീശി. അതിനകത്തുള്ള വിഷപ്പാമ്പ്, തിമിംഗലം, ഇതിനെ എല്ലാം നേരിട്ടു. അങ്ങനെ നേരിട്ട് ഒടുവിൽ ഒരു മുത്ത് കിട്ടി. ഏത് രാജാവും കൊതിക്കുന്ന മുത്ത്, ആരും ആഗ്രഹിക്കുന്ന മുത്ത്. ഒരു രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റും ആ മുത്തുണ്ടെങ്കിൽ. ഞാൻ ആ മുത്തുമായി കരയിൽ വന്നു. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കുന്നിൻ മുകളിലെ എൻ്റെ വീട്ടിലേക്ക് പോയി. എനിക്ക് വല്ലാതെ വിശന്നിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യമറിയുന്നത്. ഞാൻ പൊയ്ക്കഴിഞ്ഞപ്പോൾ അവിടെ കടുത്ത ക്ഷാമമുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾ തീർന്നു. ആരുടെ കയ്യിലും ധാന്യങ്ങളില്ല. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ലക്ഷ്മി ബോധമറ്റു കിടക്കുന്നു, ആഹാരം കഴിക്കാതെ. അവൾ മൃതപ്രായയായി. ആഹാരം ചെന്നില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. ഞാൻ വാവിട്ട് നിലവിളിച്ചു. അവളെ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്തു. അനക്കമില്ല. ഞാൻ വിളിച്ചു കൂവി, ധാന്യം കയ്യിലുള്ളവർ ഒരു പിടി ധാന്യം തായോ, ഒരു പിടി ധാന്യം തായോ. എൻ്റെ ലക്ഷ്മി മരിക്കാറായി. പകരം ഒരു രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ മുത്ത് ഞാൻ തരാം. ആരെങ്കിലും ധാന്യം തായോ. എനിക്ക് ഈ മുത്ത് വേണ്ട. അതിനേക്കാൾ വില പിടിച്ചതാണ് എൻ്റെ ലക്ഷ്മി. ഇത് കേട്ടുകൊണ്ട് ഒരാൾ വന്നു. അയാൾ വന്നിട്ട് മുന്നാഴി തിനവിത്ത് കൊടുത്തു. ആ മുന്നാഴി തിനവിത്തിന് വേണ്ടി ഒരു രാജ്യം മുഴുവൻ വാങ്ങിക്കാൻ കഴിവുള്ള ആ മുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കൊള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ സകല അധ്വാനവുമാണ് ഏതെന്ന് പറയുന്നത്, ഈ മുത്തെന്ന് പറയുന്നത്. കൊണ്ടുപോയിക്കൊള്ളൂ. ആ ധ്യാനമെടുത്തു. അപ്പോൾ തന്നെ വേവിച്ചു. എൻ്റെ ലക്ഷ്മിക്ക് കൊടുത്തു. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, മുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയല്ലേ എൻ്റെ മുത്ത്, നീയല്ലേ എൻ്റെ മുത്ത്. ആ മുത്ത് ഞാൻ കൊടുത്തു. അവൾ എന്നെ ഗാഢം കെട്ടിപ്പുണർന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അഗാധമായി സ്നേഹിക്കുന്നു. ഞാനും സ്നേഹിക്കുന്നു. വിഷപ്പാമ്പുകളോട് മല്ലിട്ട് നേടിയ മുത്ത് എനിക്ക് വേണ്ടി, മുന്നാഴി തിനയ്ക്ക് വേണ്ടി കൊടുത്ത അങ്ങ് എനിക്കൊരു വാക്ക് തരണം. എത്ര ജന്മമുണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടാകണം. എത്ര ജന്മം. അങ്ങേക്ക് എന്ത് വിലപ്പെട്ടത് കിട്ടിയാലും എനിക്ക് തരണം. അപ്പോൾ പറഞ്ഞു, യശോദേ, ഞാൻ വാക്ക് തരുന്നു. ഞാൻ എത്ര ജന്മമെടുത്താലും നിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ എന്തെനിക്ക് വിലപ്പെട്ടത് കിട്ടിയാലും ഞാൻ നിനക്ക് തന്നിരിക്കും. അതേ,
ജന്മങ്ങൾ കഴിഞ്ഞു, ഞാൻ ബുദ്ധനായി. എന്നെനിക്ക് ധ്യാനത്തിലൂടെ വിലപ്പെട്ട ഒരു മുത്ത് കിട്ടി. മോക്ഷത്തിലേക്കുള്ള വഴി, മോക്ഷത്തിലേക്കുള്ള വഴിയാണത്. നോക്കൂ, പണ്ട് ഞാൻ കടലിൻ്റെ അടിയിൽ വിഷപ്പാമ്പുകളുമായി മല്ലടിച്ചു നേടിയ മുത്തുണ്ട്. ആ മുത്ത് കൊടുത്ത് എൻ്റെ ലക്ഷ്മിയുടെ ജീവൻ രക്ഷിച്ചു. അന്ന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് സഹോദര. എനിക്ക് മറ്റൊരു വിലപ്പെട്ട മുത്ത് കിട്ടി. അവളെ മോക്ഷമാർഗത്തിലേക്ക് എനിക്ക് കൂടെ കൊണ്ടുപോകണം. അങ്ങനെ യശോദയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. യശോദ കരഞ്ഞു. യശോദ ഒരുവിധം ശാന്തമായി. ഈ സമയത്ത് ശുദ്ധോദന മഹാരാജാവ് അറിയുകയാണ്, തൻ്റെ മകൻ ഒരു ഭിക്ഷക്കാരനായിട്ട് മഞ്ഞ വസ്ത്രമുടുത്ത് മറ്റുള്ളവർ ചെല്ലാൻ അറയ്ക്കുന്ന ചാളക്കുടിലുകളിൽ ഭിക്ഷാപാത്രം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന വാർത്ത അത് ശുദ്ധോദനനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവരിട്ട് കൊടുക്കുന്ന എച്ചിലിന് തുല്യമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ശുദ്ധോദനൻ കോപം കൊണ്ട് വറച്ചു. ശുദ്ധോദനൻ അവിടുന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി. ആളുകൾ തമ്പുരാനെ എന്ന് വിളിക്കുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ശുദ്ധോദനൻ കുതിരപ്പുറത്ത് ചാടിക്കയറി പായുകയാണ്. ശുദ്ധോദനൻ പായുകയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല. അവൻ എന്താണ് ഈ കാണിക്കുന്നത്? അവൻ എന്താണ് ഈ കാണിക്കുന്നത്? അദ്ദേഹം കുതിരപ്പുറത്ത് പാഞ്ഞ് അമ്പലത്തിന്റെ ഗോപുര മൂലയും കടന്ന് ആ ഗോപുരത്തിനടുത്തെത്തി. ഗോപുരത്തിനടുത്തെത്തിയപ്പോൾ അതാ ബുദ്ധൻ, അതാ ബുദ്ധൻ. അദ്ദേഹം കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചു നിർത്തി ചാടിയിറങ്ങി ബുദ്ധന്റെ അടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം അച്ഛനും മകനും മുഖാമുഖം നോക്കി നിന്നു. അപ്പോൾ ബുദ്ധൻ നിലത്ത് കാൽമുട്ടൂന്നി പിതാവിനെ വന്ദിച്ചു. പക്ഷേ ശുദ്ധോദനൻ പൊട്ടിത്തെറിച്ചു. സിദ്ധാർത്ഥ, നീ ഇന്ന് ദേവനായിരിക്കുന്നു, നീ ഇന്ന് ദേവനായിരിക്കുന്നു. പക്ഷേ നീ വരേണ്ടത് ഇങ്ങനായിരുന്നില്ല. നീ ഈ രാജ്യത്തിൻ്റെ ഇളയ തമ്പുരാനാണ്. ഈ ചാളയിൽ പോയി നീ എന്തിനു ഭിക്ഷ യാചിച്ചു? കിരീടം ധരിച്ച നിന്റെ അച്ഛൻ ഇവിടെ ദുഃഖിച്ചുകൊണ്ട് ഇത്രയും കാലം ഇരിക്കുന്നു. നീ നിന്റെ അച്ഛനെ നീ എപ്പോഴെങ്കിലും ഓർത്തോ? എപ്പോഴെങ്കിലും ഓർത്തോ? നിന്റെ യശോദയെ നീ എപ്പോഴെങ്കിലും ഓർത്തോ? യശോദ ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായി തീർന്ന ഒരു സ്ത്രീ. നോക്കൂ സിദ്ധാർത്ഥ, നീ പോയതിൽ പിന്നെ അവൾ സംഗീതങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. അവൾ തമ്പുരു മീട്ടിയിട്ടില്ല. അവളുടെ മുടി കെട്ടിയിട്ടില്ല. അവൾ നല്ല വസ്ത്രങ്ങൾ പോലും ധരിച്ചിട്ടില്ല. നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ സുഗന്ധദ്രവ്യം പൂശിയ കുതിരകൾ ഉൾപ്പെടെ നിർത്തിയിട്ട് സിദ്ധാർത്ഥ, നീ എന്തിനാണ് ഈ ചാളക്കുടിലൂടെ വന്നത്? നീ കിരീടാവകാശിയാണ്. നിന്റെ വിരലൊന്ന് ഞൊടിച്ചാൽ ഈ രാജ്യം മുഴുവൻ നിന്റെ കൂടെ നിൽക്കില്ലേ? നോക്കൂ, എന്താണ് നീ ചെയ്തത്? അദ്ദേഹം അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം അദ്ദേഹം കോപാകുലനായി സംസാരിച്ചു. ബുദ്ധനാകട്ടെ ഒന്നും മിണ്ടുന്നില്ല. ഒടുവിൽ ശുദ്ധോദനൻ ക്ഷീണിതനായിട്ട് പറഞ്ഞു, സിദ്ധാർത്ഥ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ എന്താണ് ഒരു വാക്ക് പോലും പറയാത്തത്? നീ എന്താണ് ഇങ്ങനെ ശാന്തനായിട്ട് നിൽക്കുന്നത്? നീ എന്താണ് എനിക്ക് ഉത്തരം തരാത്തത്? അപ്പൊ സിദ്ധാർത്ഥൻ ശാന്തനായി പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങയെ വിട്ടുപോയ സിദ്ധാർത്ഥനല്ല. അങ്ങയെ വിട്ടുപോകുമ്പോൾ ഞാൻ അങ്ങയുടെ മകനായിരുന്നു. ഇന്ന് ഞാൻ അങ്ങയുടെ മകനല്ല. അങ്ങിപ്പോൾ സംസാരിക്കുന്നത് അങ്ങയുടെ ഇല്ലാത്ത മകനോടാണ്. അപ്പൊ ശുദ്ധോദനന് വീണ്ടും കോപം വന്നു. ശുദ്ധോദനൻ പറഞ്ഞു, നീ അതേ വ്യക്തി തന്നെയല്ലേ? എനിക്ക് എൻ്റെ മകനെ തിരിച്ചറിയാൻ കഴിയത്തില്ലെന്നോ? എടാ, നിനക്ക് ജന്മം തന്നത് ഞാനാണ്. എൻ്റെ രക്തമാണ് നിന്റെ സിരകളിൽ. എൻ്റെ അസ്ഥിയും എൻ്റെ രക്തവും കൊണ്ടാണ് നീ നിർമ്മിക്കപ്പെട്ടത്. എന്നിട്ടും എനിക്ക് നിന്നെ അറിയാൻ പറ്റുന്നില്ലെന്നോ? ഇങ്ങനെ പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അപ്പം ബുദ്ധൻ പറഞ്ഞു, പിതാവ് എന്നോട് ക്ഷമിക്കണം. ഈ ശരീരം ചിലപ്പോൾ താങ്കളുടേതാണ്, താങ്കളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, എൻ്റെ മനസ്സും ഞാനല്ല. പിന്നെ ഞാനോ അവബോധമാണ് പിതാവേ. ഞാനെന്ന് പറയുന്നത് 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്ന ഒരു പ്രകാശമാണ്.
അത് തന്നത് അങ്ങല്ല. അങ്ങ് തന്നത് ഏത് മാത്രമാണ്? ഈ ശരീരം മാത്രമാണ് അങ്ങ് തന്നത്. അതുകൊണ്ട് എന്നെ സൃഷ്ടിച്ചത് പിതാവേ അങ്ങല്ല, ഈ ശരീരത്തെയാണ് അങ്ങ് സൃഷ്ടിച്ചത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഞാൻ ഉണ്ടായിരുന്നു. ആ 1 കോടി സൂര്യപ്രകാശം അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, എൻ്റെ മരണത്തിന് ശേഷവും ഉണ്ടാകും. ശുദ്ധോദനൻ സ്തംഭിച്ചു നിന്നു. അങ്ങ് സൃഷ്ടിച്ച ശരീരം മാത്രമാണ്, ശരീരമല്ല ഞാൻ അവബോധമാണ്, അത് കണ്ടെത്തിയിട്ടുള്ള വരവാണ്. സിദ്ധാർത്ഥന് എന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബുദ്ധൻ സിദ്ധാർത്ഥന്റെ കരങ്ങൾ ഗ്രഹിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ആരോടും ഒന്നും ചോദിക്കാതിരിക്കുക, കാരണം ചോദിക്കുന്നത് തെറ്റാകുന്നു. അതുപോലെ പിതാവേ, ഉത്തരം പറയാതിരിക്കുക, കാരണം ഉത്തരം പറയുന്നതും തെറ്റാകുന്നു. ഒന്നും മിണ്ടാതിരിക്കുക, അതാണ് ഉത്തമം. മൗനം പിതാവേ പ്രപഞ്ച സത്യം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. പിതാവേ, നമ്മൾ വിതച്ചത് കൊയ്യുന്നു. അതാ ആ വയലിലേക്ക് നോക്കൂ, എള്ള് വിതച്ചിരിക്കുകയാണ്. അവിടെ എള്ള് തന്നെ മുളച്ചു വരുന്നത് കണ്ടില്ലേ? അതിൻ്റെ അപ്പുറത്ത് നെല്ല് വിതച്ച പാടങ്ങൾ നോക്കൂ, അവിടെ പിതാവേ നെല്ല് തന്നെ മുളച്ചു വരുന്നത് കണ്ടില്ലേ? ഒരിക്കലും എള്ള് വിതച്ചെടുത്ത് നെല്ല് മുളയ്ക്കില്ല, നെല്ല് വിളച്ചെടുത്ത് എള്ളും മുളയ്ക്കില്ല. നമ്മൾ വിതച്ചതേ കൊയ്യൂ. ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വിതച്ചത് കൊയ്യും. കർത്താവിനും എത്രയോ മുമ്പാണ് ബുദ്ധൻ ജീവിച്ചിരുന്നത്. അന്നേ ശ്രീബുദ്ധൻ ഇത് പറഞ്ഞിട്ടുണ്ട്, വിതയ്ക്കുന്നത് കൊയ്യും. ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, നോക്കൂ, നന്മ വിതച്ചാൽ പിതാവേ നന്മ കിട്ടും, തിന്മ വിതച്ചാൽ തിന്മ കിട്ടും. അതുപോലെ ദുഃഖം വിതച്ചാൽ ദുഃഖം കിട്ടും. പിതാവേ, ദയ കാണിക്കുക, കരുണ കാണിക്കുക. ജനിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അവൻ ആദ്യം ഈ ഭൂമിയിലേക്ക് എത്തുന്നത് കരഞ്ഞുകൊണ്ടാണ്. കാരണം അവൻ ബുദ്ധിമാനാണ് പിതാവേ. ഈ ലോകം ദുഃഖമയമാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ അവൻ്റെ അത്ഭുത നേത്രങ്ങൾ കൊണ്ട് ആദ്യമേ അത് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവൻ കരയുന്നത്. 2 സത്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ആദ്യത്തെ സത്യം, ഭൂമി ദുഃഖമയം. രണ്ടാമത്തെ സത്യം, ആ ദുഃഖത്തിനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കരയുന്നത്. പിതാവേ, ഈ ദുഃഖത്തിൻ്റെ കാരണത്തിൽ നിന്ന് മോചനം നേടാൻ അഷ്ടമാർഗങ്ങൾ സ്വീകരിക്കൂ. 1, ശരിയായ പ്രയാണം, അതായത് ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കണം പിതാവേ. ഇന്ദ്രിയങ്ങളുടെ പ്രേരണകളെ അതിജീവിക്കണം പിതാവേ. ഇന്ദ്രിയങ്ങളാണ് ഇതെൻ്റെ മകൻ, ഇതെൻ്റെ ഭാര്യ, സ്ത്രീകളോട് കാമം, ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതിനെ അതിജീവിക്കണം. 2, ശരിയായ ഉദ്ദേശം, അതായത് കോപം ഒഴിവാക്കണം, ദയ കാണിക്കണം, ജീവനുള്ളതിനെല്ലാം നന്മയുണ്ടെന്നറിയുക പിതാവേ. 3, ശരിയായ സംവാദം. വാക്കുകൾ സ്വർണമാണ് പിതാവേ. വാക്കുകളിൽ എപ്പോഴും മര്യാദ പാലിക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ പറയുക, അല്ലാത്തപ്പോൾ വാ അടച്ചു സൂക്ഷിക്കുക. 4, ശരിയായ ശീലം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നന്മയുള്ളതായിരിക്കണം പിതാവേ. നന്മ ഒരു ശീലമാക്കണം. 5, ശരിയായ ശുദ്ധി. വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി പാലിക്കണം. 6, ശരിയായ വിചാരം. എപ്പോഴും നന്മ നിറഞ്ഞ വിചാരങ്ങൾ മാത്രം കൊണ്ട് നടക്കണം. 7, ശരിയായ ഏകാന്തത. മറ്റുള്ളവരിൽ നിന്ന് വിട്ടുമാറി ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ധ്യാനിക്കാൻ ശീലിക്കണം. 8, ശരിയായ സമാധി. അങ്ങനെ വരുന്നവൻ അവൻ്റെ മരണം അവൻ തന്നെ നിശ്ചയിക്കുന്നു. അവൻ നിശ്ചയിക്കുന്ന സമയത്ത് മരണത്തെപ്പോലും ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകം വിടുന്നു. ഈ 8 മാർഗങ്ങൾ പിതാവേ അങ്ങ് ശീലിക്കണം. അതോടൊപ്പം പിതാവേ 5 നിയമങ്ങൾ അനുസരിക്കണം. 1, കൊല്ലാതിരിക്കുക. എത്ര നികൃഷ്ടമായ ജീവിയോ ആയിക്കൊള്ളട്ടെ,
കൊല്ലരുതേ, അതിനോട് ദയ കാണിക്കണം. 2 ദാനം ചെയ്യണം, കൈയയച്ച് ദാനം ചെയ്യണം പിതാവേ. ബലം പ്രയോഗിച്ചോ, അത്യാഗ്രഹം കൊണ്ടോ, ചതിച്ചോ മറ്റൊരുത്തൻ്റെ മുതൽ കൈക്കലാക്കാൻ ശ്രമിക്കരുത് പിതാവേ. 3-മത്തത് കള്ളസാക്ഷി പറയരുത്. ജീവിതത്തിൽ എപ്പോഴും സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക. കള്ളം വീണ്ടും വീണ്ടും നമ്മളെ ലൗകികങ്ങളിൽ തളച്ചിടും. ആരെയും ദുഷിക്കരുത് പിതാവേ. 4 മദ്യം ഉപയോഗിക്കാതിരിക്കുക, അത് ബുദ്ധിക്ക് കേടുവരുത്തും. 5 വ്യഭിചരിക്കാതിരിക്കുക, വ്യഭിചരിക്കരുത് പിതാവേ. വ്യഭിചാരം പാപമാകുന്നു. കാണുന്ന സ്ത്രീകളെ, മറ്റൊരുവന്റെ ധർമ്മപത്നിയെ എന്തു ചെയ്യണം? സ്വന്തം സഹോദരിയായി മാത്രം കാണുക, അവളിൽ ആഗ്രഹം ജനിക്കാതിരിക്കുക. ഇത്രയും ആയപ്പോഴേക്കും ശുദ്ധോദന മഹാരാജാവ് തൻ്റെ പാദുകങ്ങൾ അഴിച്ചു വെച്ച് തൻ്റെ മകൻ്റെ അടുക്കലേക്ക് നടന്നു. ആ മഞ്ഞ വസ്ത്രത്തിൻ്റെ തുമ്പിൽ ഒന്ന് തൊട്ടു, താണു വണങ്ങിയിട്ട് പറഞ്ഞു, ഗുരു. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ശുദ്ധോദനൻ പറഞ്ഞു, ഗുരു, എന്നെ കൂടി അങ്ങയുടെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കൂ. തീരെ നിസാരനായി, തീരെ താഴ്ന്നവനായി എന്നെ കൂടി അങ്ങയുടെ സന്യാസ കൂട്ടത്തിലേക്ക് സ്വീകരിക്കൂ. എൻ്റെ കൈകളിലേക്ക് ആ ഭിക്ഷാപാത്രം വെച്ചു തരൂ. ഇന്നു മുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ബുദ്ധൻ കരുണയോട് നോക്കി. ശുദ്ധോദനൻ കൈനീട്ടിരിക്കുകയാണ്. എനിക്ക് ആ ഭിക്ഷാപാത്രം തരൂ, എനിക്ക് ആ ഭിക്ഷാപാത്രം തരൂ. ഞാൻ രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്നു, സർവ്വതും ഉപേക്ഷിക്കുന്നു മകനെ, നിന്നോടൊപ്പം ഞാൻ വരുന്നു. ആ സമയത്ത് യശോദര വന്നു. യശോദര മുന്നിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ യശോദരയുടെ കണ്ണുകൾ കത്തുന്നുണ്ടായിരുന്നു. നേരത്തെ സങ്കടഭാവം മാറി. യശോദര പറഞ്ഞു, ആര്യപുത്ര, 12 വർഷമായി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങ് ഈ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ എനിക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ അങ്ങ് തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ തിരിച്ചുവരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. യശോദര പറഞ്ഞു, എനിക്കങ്ങയോട് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ 2 ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് തന്നേ മതിയാകൂ. കാരണം 12 വർഷമായി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി ഞാൻ നടക്കുകയാണ്. യശോദര. യശോദരയുടെ മനസ്സിൽ അഗ്നിയാണ് യശോദരയുടെ മനസ്സിൽ. എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോയ, ഒരു രാത്രിയിൽ എന്നെയും കുഞ്ഞിനെയും വിട്ടിറങ്ങിപ്പോയ ആര്യപുത്ര, അങ്ങയോട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എനിക്കതിൻ്റെ ഉത്തരം കിട്ടണം. ശുദ്ധോദനൻ സ്തബ്ധനായി. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ സ്തബ്ധരായി. എല്ലാവരും സ്തബ്ധരായി നിൽക്കുന്നു. അതേ, യശോദര ആ ചോദ്യം ചോദിക്കാൻ പോകുന്നു. ബുദ്ധൻ അതിനെന്ത് മറുപടി കൊടുക്കും? ആളുകൾ ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ്. യശോദര ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത ബുധനാഴ്ച കൃഷ്ണനും രാധാറാണിയും ബുദ്ധനും അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാധേശ്വരി രാധികായേ സ്വാഹാ.